എന്തോ ഷീജ പുതിയ കൊട്ടേഷൻ ആയിട്ടാന്നല്ലേ? പുതിയ കൊട്ടേഷൻ ഒന്നുമല്ല. ഈ സാധനത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയാവോ? ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ ശബരിമലയിലെ അരവണ പായസം കേട്ടോ. ഈ അരവണ പായസം നമുക്ക് കിട്ടിയിട്ട് ഒരു 1 വീക്ക് കൂടുതലായിട്ടുണ്ട് അല്ലേ? അതെ, ഒരാഴ്ച കൂടുതലായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എൻ്റെ ആങ്ങളയ്ക്ക് ഈ പ്രാവശ്യം ശബരിമലയായിരുന്നു ഡ്യൂട്ടി. അപ്പം ശബരിമലയിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നതാണ്. അപ്പം നമ്മുടെ കസിൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് കൊടുത്തു വിട്ട സാധനമാണ്. പക്ഷേ നമ്മൾ നാട്ടിലുള്ളപ്പോൾ എപ്പോഴും പിന്നെ അവിടെ ശബരിമലയ്ക്ക് ഡ്യൂട്ടിക്ക് പോയിട്ട് വരുമ്പോൾ നമ്മൾ എപ്പോഴും കഴിക്കാറുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ദുബായ് വന്നതിന് ശേഷം ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് തന്നെ മറന്നു പോയിട്ടുണ്ട്. അത്രയ്ക്ക് നമ്മൾക്ക് ഒരു ഓർമ്മയായി മാറി. പക്ഷെ ഇത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇത് ഒരാഴ്ചയായി കിട്ടിയെന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ എന്തായെന്നറിയാമോ? ഫിഷൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഫിഷും പിന്നെ ചിക്കനും മീനൊക്കെ കഴിക്കുമ്പോൾ എടുക്കാൻ പാടില്ലല്ലോ. അതെ, അത് അവരുടെ ആചാരത്തിന്റെ ഭാഗമായിട്ട് അവർ കഴിക്കുന്ന ഒരു വിഭവമാണ്. അപ്പോ ആ ഒരു സാധനം നമ്മള് അതെ, നേർച്ച പോലെ അവരുടെ വിശ്വാസത്തെ ബഹുമാനിച്ചുകൊണ്ട് നമ്മളും അത് മത്സ്യം മാംസമൊക്കെ കഴിക്കുന്ന സമയത്ത് കഴിക്കണ്ട എന്ന് കരുതി മാറ്റി വെച്ചത് കൊണ്ടാണ് ഇത്രയും ദിവസം നീണ്ടുപോയത്. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്കാണെങ്കിൽ എല്ലാ ദിവസവും ഫിഷ് കിട്ടിക്കൊണ്ടേ ഇരുന്ന് കഴിച്ചുകൊണ്ടേ ഇരുന്ന്. അങ്ങനെ ഇന്ന് എന്തായാലും ഫിഷും നമ്മൾ എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മളിന്ന് പച്ചക്കറി ആയിരുന്നു കേട്ടോ. ഇന്ന് നമ്മൾ ഗ്രീൻ പീസ് കറി ആയിരുന്നില്ലേ? ഞങ്ങളിന്ന് പുട്ടും ഗ്രീൻ പീസ് കറിയൊക്കെ കഴിച്ചിട്ട് എന്തായാലും ഇത് എടുത്തേ പറ്റത്തോളെന്ന് തീരുമാനം എടുത്തിട്ട് ഞങ്ങളങ്ങനെ ഇന്നത്തെ ദിവസം നമ്മളെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ അരവണ പായസം കഴിക്കുക എന്നുള്ള ഒരൊറ്റ തീരുമാനത്തോടു കൂടി ഇരിക്കുകയായിരുന്നു, ലക്ഷ്യത്തോടു കൂടി ഇരിക്കുക. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രിഡ്ജ് തുറക്കുന്നതിനനുസരിച്ച് നമ്മുടെ വായിക്കൂടെ വെള്ളം വന്നോണ്ടിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യാനാ? അത് കാരണം നിങ്ങൾ ഈ അരവണ പായസം കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്നും പറയണേ അതിന്റെ ടേസ്റ്റ്. നാട്ടി വെച്ചൊക്കെ തുറക്കുമ്പോഴേ താങ്ക് യു മൈ ബ്രദർ. അങ്ങനല്ലേ? തുറക്കാൻ പറ്റത്തില്ല സ്പൂൺ. അപ്പോ എന്തായിരുന്നാലും സൂപ്പർ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം കൊടുത്തു വിട്ട എൻ്റെ ഇക്കായ്ക്കും കൊണ്ടുവന്ന ഷാനാക്കി എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കുറെ നാളത്തിന് ശേഷമാണ് നമ്മളിത് കഴിക്കുന്നത് കേട്ടോ. കഴിച്ചു. ഓ, നോക്കിക്കേ, കണ്ട വാവോ. ആരും ചോദിക്കല്ലേ, 2 ബോട്ടിലേ ഉള്ളൂ. ആർക്കും തരത്തില്ല. ഓ, ആ ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുന്ന തരിപ്പും അത് അവിലാണ്. മലരും സൂപ്പർ ടേസ്റ്റ് കേട്ടാ. ഞങ്ങൾ പണ്ട് ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അപ്പുറത്തുള്ളവരൊക്കെ പോയിട്ട് വരുമ്പോഴും കൊണ്ടുവരുമായിരുന്നു. ഇതൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോഴും കൊണ്ടുവരുമായിരുന്നു. ഇഷ്ടം പോലെ കഴിക്കും. ഞാനിത് ആദ്യമായിട്ട് കഴിച്ചത് ദീപു തരുമ്പോഴാണ്. ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ളൊരു ദീപു രാജ്, അവര് എല്ലാ വർഷവും ശബരിമല പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കൊണ്ടുതരുന്ന ഇത് മലര് ഉണ്ണിയപ്പം. അപ്പം ഞങ്ങൾ നാട്ടിലുള്ളപ്പോൾ എപ്പോഴും ഇക്കൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്നും കൊണ്ടുവരും. നമ്മുടെ വീട്ടിൻ്റെ ഇപ്പുറത്തുള്ള എല്ലാ ചേട്ടന്മാരും അണ്ണന്മാരെല്ലാം പോയിട്ട് വരുമ്പോഴൊക്കെ ഞങ്ങൾ കൊണ്ടുതരുന്ന സാധനമായിരുന്നു. പിന്നെ നമ്മൾ ദുബായിലൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ മക്കൾക്കത് എന്തുവാന്ന് പോലും അറിയത്തില്ല കേട്ടോ. അതിൽ കഴിച്ചിട്ടുണ്ട്, അല്ലൂസിന് അറിയത്തോലുമില്ല. കൊടുക്കണം. അപ്പം എന്തായിരുന്നാലും നിങ്ങളിൽ ഈ അരവണ പായസം കഴിച്ചിട്ടുള്ളവർ താഴെ കമന്റ് ഇടുക. നമ്മുടെ അടുത്തുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സ്പൂൺ തരാൻ കേട്ടോ. അടിപൊളി ടേസ്റ്റ് കേട്ടാ, സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ന് ഞാൻ തന്നെ തീർക്കും. അപ്പം നമ്മുടെ കിട്ടാത്തൊരു പൊതിവിടെ വേണ്ട കേട്ടോ. അപ്പം നമ്മുടെ ശബരിമലയിലെ അരവണ പായസമാണ് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ. അപ്പോൾ ഓക്കെ, അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. അതെ, ബൈ. അരവണ പായസം തിന്ന് തീർക്കട്ടെ. അതുകൊണ്ടാണ് കേട്ടോ.